യെസ് ഫൈനലി വളരെ മികച്ചൊരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നൊരു അപ്ഡേറ്റ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെവാൻ ജോവേറ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10K സബ്സ്ക്രൈബേഴ്സാണ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏതാണ്ട് 1200 സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം നമുക്കുണ്ട്. സോ എല്ലാവരും ഇത് കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു എക്സ് ഹാൻഡിൽ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ റൂമേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു എക്സ് ഹാൻഡിലാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഒരു 1,21,000 ഫോളോവേഴ്സുള്ള ഒരു എക്സ് ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് അങ്ങനെ അത്ര വലിയ ഫോളോവേഴ്സുള്ള എക്സ് ഹാൻഡിലൊന്നും അല്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പെല്ലിംഗ് അവർ കറക്റ്റായിട്ടും അല്ല എഴുതിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഫോറിനേഴ്സ് വന്ന് പ്രൊണൗൺസ് ചെയ്യുന്ന പോലെയാണ് സ്പെല്ലിങ്ങും എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യുന്നൊരു സോഴ്സ് തന്നെയാണ്. അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറയാറുള്ളതാണ്. വളരെ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ളൂ. എന്തായാലും അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റെവാൻ ജോവേറ്റിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നാണ്. 2 ഇയർ കോൺട്രാക്റ്റ്, 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം സാധാരണയായിട്ട് കരോലിസ് ആരെ സൈൻ ചെയ്താലും 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്യാറുള്ളത്. സോ ആ ഒരു രീതിയിൽ തന്നെയുള്ളൊരു സൈനിങ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം